ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ റോഡ് സൈഡിൽ നിന്ന് ഒരു 150 മീറ്റർ മാത്രം മാറിയിട്ട് വരുന്ന ഒരു വില്ല പ്രോപ്പർട്ടി നോക്കുന്ന ആർക്കും തന്നെ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. 7 സെന്റ് ലാൻഡിൽ 3150 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും ഒരു ഓഫീസ് റൂമുമായിട്ട് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്റർ മാത്രമാണ് ലൊക്കേഷൻ ഡിസ്റ്റൻസ് വരുന്നത്. കാണുന്നത് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈൻ തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. കുറച്ചുകൂടെ മനോഹരമാക്കുവാൻ വേണ്ടിയിട്ട് സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്, കൂടാതെ പൈപ്പ് കണക്ഷൻ ലഭ്യമാണ്. ഈ വില്ല പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ വേറെ വില്ലാസ് ഒക്കെ പണി കഴിഞ്ഞ് വരുന്നുണ്ട്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് 7 സെന്റിലാണ് പണിയെടുപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട് നല്ല വിശാലമേറിയ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് വീടിന്റെ ഹോം ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. വീടിന്റെ മുറ്റം മുഴുവൻ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 2 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിന്റെ സിറ്റ് ഔട്ട്. 6x10 ഡയമെൻഷൻ ആണ് സിറ്റ് ഔട്ടിൽ വരുന്നത്. ബ്ലാക്ക് മാർബിൾ കാര്യങ്ങളൊക്കെയാണ് സിറ്റ് ഔട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡൻ പാറ്റേൺ വരുന്ന ടൈലൊക്കെ തന്നെയാണ് വാളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ആണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് തന്നെ ഒരു ബോക്സ് മോഡൽ ഫിനിഷിംഗ് ഒക്കെ നൽകിക്കൊണ്ട് അതിനകത്ത് സ്പോട്ട് ലൈറ്റ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ ഫ്രണ്ട് ഡോർ മുഴുവനും തേക്കിലാണ് പണിയെടുപ്പിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമേറിയ ഒരു ലീവിംഗ് ഏരിയ ആണ് നൽകിയിട്ടുള്ളത്. 24x16 ആണ് ലീവിംഗ് ഏരിയ ഡയമെൻഷൻ. നല്ല വൈഡ് റേഞ്ചിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു TV യൂണിറ്റ് തന്നെയാണ് ലീവിംഗ് ഏരിയയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു വുഡൻ പാറ്റേൺ ഒക്കെ നൽകിക്കൊണ്ടാണ് TV യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഷോക്കേസ് പോലത്തെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെ TV യൂണിറ്റ് മനോഹരമാക്കിയിട്ടുണ്ട്. ലീവിംഗ് ഏരിയയുടെ റൈറ്റ് സൈഡിലുള്ള ചുമരിന്മേൽ ടെക്സ്ചർ വർക്കും 3D വർക്കൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലീവിംഗ് ഏരിയ മുഴുവനായിട്ട് ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും കൂടാതെ തന്നെ ഫാൻസി ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ലീവിംഗ് ഏരിയ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ് വീടിന് നൽകിയിട്ടുള്ളത്. വി ഗാർഡിന്റെ വയറിങ്ങും ആങ്കറിന്റെ സ്വിച്ചസ് ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിന്റെ ഡൈനിങ്ങിലോട്ട് പോകാം. ലീവിംഗ് ഏരിയയിൽ നിന്ന് ഒരു പാർട്ടീഷൻ നൽകിക്കൊണ്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പാർട്ടീഷൻ മുഴുവൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. 8x10 ഡയമെൻഷൻ വരുന്ന ഒരു ഡൈനിങ് ആണ് നൽകിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫോൾ സീലിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഓപ്പോസിറ്റിലായിട്ട് തന്നെ ഒരു ഫൗണ്ടൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ആർട്ട് വർക്കൊക്കെ അതിന്റെ ബാക്ക് സൈഡിൽ ചുമരിലും ചെയ്തിട്ടുണ്ട്. അതിനോട് അടുത്തായിട്ടാണ് ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ നൽകിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ടച്ച് സെൻസർ ലൈറ്റ്സ് ഒക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതും. കൂടാതെ തന്നെ ഗ്ലാഡിംഗ് ടൈൽസ് ഒക്കെ യൂസ് ചെയ്താണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ കിച്ചണിലോട്ട് പോകാം. ഡൈനിങ്ങോട് ചേർന്ന് തന്നെയാണ് ഒരു ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. 16x10 ആണ് ഓപ്പൺ കിച്ചന്റെ ഡയമെൻഷൻ. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് തന്നെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് സെറ്റ് ചെയ്യുന്ന ക്യാബിനറ്റ്സ് മുഴുവനും വുഡൻ വർക്കിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി കാണുന്ന ക്യാബിനറ്റ്സ് മുഴുവനും അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. ചിമ്മിനി എല്ലാം കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുമുണ്ട്. ഫോൾ സീലിംഗ് വർക്കും കിച്ചണിൽ നൽകിയിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു മോഡേൺ ടെക്നിക് വരുന്ന ഒരു സിങ്ക് തന്നെയാണ് കിച്ചണിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിന്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. നല്ലൊരു മാസ്റ്റർ ബെഡ്റൂമിന്റെ കോൺസെപ്റ്റിൽ നല്ല വൈഡ് റേഞ്ചിലാണ് ഫസ്റ്റ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. 14x14 ആണ് റൂമിന്റെ ഡയമെൻഷൻ. കർട്ടൻസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വാൾ റൂപ്സും വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ വരുന്ന ഒരു സെറ്റപ്പാണ് ഈ ഒരു റൂമിൽ നൽകിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. സെറയുടെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് മുഴുവനും തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡെക്കറേഷനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിൽ കാണുന്ന ഹാൾ. 16x20 ഡയമെൻഷൻ വരുന്ന ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റ് ഒക്കെ ഈ ഹാളിൽ നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഹാളിന്റെ കോർണർ സൈഡിലായിട്ട് തന്നെ ഒരു വാഷിംഗ് മെഷീൻ പ്രൊവിഷനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂം ഒരു ഓഫീസ് റൂമായിട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. 18x16 ആണ് റൂമിന്റെ ഡയമെൻഷൻ. ഈ കാണുന്ന ബെഡ്റൂമും നല്ല മാസ്റ്റർ ബെഡ്റൂമിന്റെ കോൺസെപ്റ്റിലാണ് പണിയെടുപ്പിച്ചിരിക്കുന്നത്. വാൾ ആർട്ടൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. വാൾ റൂപ്സും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ബെഡ്റൂം. സെറയുടെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ഈ ബാത്റൂമിലും യൂസ് ചെയ്തിരിക്കുന്നത്.
ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. 11x16 റൂമിൻ്റെ ഡയമെൻഷൻ. വാൾ ആർട്ടും ഡിസൈനും കാര്യങ്ങളെല്ലാം ഈ റൂമിൽ ചെയ്തിട്ടുണ്ട്. വാൾ റൂഫ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. സെറയുടെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ഈ ബാത്റൂമിലും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂം. 15x18 റൂമിൻ്റെ ഡയമെൻഷൻ. ബാക്കി റൂംസിൽ കണ്ടതുപോലെ തന്നെ വാൾ ആർട്ടും അതുപോലെ തന്നെ വാൾ റൂഫ്സ് ഒക്കെ നൽകിക്കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഫോൾ സീലിംഗിനായിട്ട് യൂസ് ചെയ്തിട്ടുമുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആയ സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഈ വീടിന് നൽകിയിരിക്കുന്ന ഓഫീസ് റൂം. 10x8 ഓഫീസ് റൂമിൻ്റെ ഡയമെൻഷൻ. അതുകൂടാതെ തന്നെ ഓഫീസ് റൂമിൻ്റെ കോൺസെപ്റ്റ് ആയതുകൊണ്ട് ഓഫീസ് ടേബിളും അതിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. 8x16 ഡയമെൻഷൻ വരുന്ന മെയിൻ ബാൽക്കണിയാണ് വീട്ടിൽ നൽകിയിട്ടുള്ളത്. സ്റ്റീൽ ഫ്രെയിം വിത്ത് ഗ്ലാസ് വരുന്ന ഒരു ഹാൻഡിൽസ് ആണ് നൽകിയിട്ടുള്ളത്. വുഡൻ പാറ്റേൺ ടൈൽസ് ആണ് ബാൽക്കണിയുടെ വാളിലൊക്കെ ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും കൂടാതെ തന്നെ സ്പോട്ട് ലൈറ്റ് ഒക്കെ ഡെക്കറേഷനായിട്ട് ബാൽക്കണിയിൽ യൂസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ 7 സെന്റിൽ പണി കഴിപ്പിച്ച കണ്ടംപററി ഡിസൈൻ വരുന്ന വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 1.30 CR ആണ്. അത് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.